ഒരുപാട് ലേറ്റ് ആയിട്ടോ. പല്ലില്ലാത്ത മോണ കാട്ടി ഒന്ന് ചിരിക്കൂ. ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇത് ശരിക്കും ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എടുത്തു വെച്ചിരുന്ന ഒരു വ്ലോഗാണ് കേട്ടോ. ഞാൻ ഫാമിലിയായിട്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നിന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. എന്താണ് തിരക്കെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയുള്ള വീഡിയോസിലൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ നിന്ന കുറച്ച് ദിവസങ്ങളിൽ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ തറവാട് വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്, ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ പിള്ളേരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ടൈം പോകുന്നത് അറിയില്ല. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തേത്. അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴാണ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കളിപ്പിച്ച് ഞാൻ കുറച്ച് നേരം നടന്നു. അപ്പോൾ ചേച്ചിയുടെ മൂത്ത ആൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അവളെ റെഡിയാക്കിയൊക്കെ അയക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ചെയ്യാണ് കേട്ടോ. രാവിലെ തന്നെ ചെറുക്കനെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തോടെയൊക്കെ കൊണ്ട് നടന്നു, കുറച്ച് നേരം കളിച്ചു. അപ്പോഴാണ് ഞാൻ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് ഓർത്ത് കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് റെഡിയാക്കാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാമെന്ന്, എല്ലാ കാര്യങ്ങളും അല്ല, ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് ചെറുതിനെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം അയൺ ചെയ്ത് സെറ്റ് ചെയ്തു. മുടി കെട്ടി തരട്ടെ? മിക്കു ഇങ്ങ് വാ, കേറി വാ. കൊണ്ടുവിട്ടു. പിന്നെ ബ്രെഡൊക്കെ കയ്യിൽ വെച്ച് കാക്കയുടെ അടുത്ത് നൈസായിട്ട് നിൽക്കുക. കാക്ക നിൽക്കുന്ന വാങ്ങിക്കൊണ്ട് പൂ ആർക്ക് കൊടുക്കാനാ മിനിക്കുട്ടി? പൂ ആർക്ക് കൊടുക്കാനാ? ആർക്കാ? അങ്ങനെ അവളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. പുള്ളി ഫോണൊക്കെ കണ്ട് സ്ക്രീനിലൊക്കെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. വാവ എവിടെ? വാവ എവിടെ? എവിടെ വാവ? വാവ എവിടെ? നീ വാവ എടാ, ആരാത്? മിക്കു? അവന്റെ തന്നെ ഫോട്ടോ കണ്ടിട്ട് വാവ. എനിക്ക് വേണ്ട, ഇപ്പം വേണ്ട, പാത്രത്തിൽ വെച്ചാൽ. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും വാവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എൻ്റെ പല്ല് പറിച്ചിരുന്നത് കൊണ്ട് കവിൾ അത്യാവശ്യം നല്ലതായിട്ട് നീര് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നോക്കി വന്നിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടി, അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ സ്കൂളിൽ പോയ ആൾ വന്നു. പോയ കോലമേ അല്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇങ്ങനെ വന്നേ? അത് ഡിസ്കോ ബാൻഡല്ലേ പിള്ളേര് പിടിച്ചു. ഇന്ന് രാവിലെ എങ്ങനെ പോയ മിനുകുട്ടി? നീ ഇതൊക്കെ എന്നത്? അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ മോളിൽ പോയി ചെറിയൊരു ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിരുന്നു കേട്ടോ. ന്യൂ ഇയറിന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കസിൻ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഞാനും കൂടി ചുമ്മാ പോയി നിന്ന് കളിച്ചതാണ്. കളിച്ചൊന്നും ഇല്ല, എങ്കിലും ചുമ്മാ ഒരു രസം. അങ്ങനെ മോളിൽ പോയി കുറച്ച് നേരം ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവർ പടക്കം പൊട്ടിക്കാനായിട്ട്
പോയി നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പടക്കമൊക്കെ പൊട്ടിച്ചു. കറക്റ്റ് എക്സാക്റ്റ് ഞങ്ങൾ മിനിറ്റ് വെച്ച് നോക്കി. കറക്റ്റ് 12 മണിക്ക് പടക്കം പൊട്ടിച്ചു. അമ്മേനെ ഇങ്ങ് പിടിച്ച് മാറ്റി വെക്കാം. ഇല്ല 59 ആയിട്ടുള്ളൂ. എന്റെ ചെവിയും കൂടി കൊത്താ കൂടി. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ന്യൂ ഇയർ മോർണിംഗും കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.